അത് കുഴപ്പമില്ല, അത് കച്ചവടായിക്കോ. മൂപ്പര് പറഞ്ഞിട്ട് കൂട്ടിയാ മതി. ശരി. എവിടെടാ നിന്റെ ബ്രോക്കർ? ഇപ്പൊ വരും, നിങ്ങൾ ടെൻഷൻ അടിക്കില്ലേന്ന്. അല്ലാതെ എനിക്ക് വേറെ അത്യാവശ്യ പരിപാടികളുണ്ട്, അതല്ലേ. ഇത് കഴിഞ്ഞാൽ ഇതല്ലേ വലിയ അത്യാവശ്യം. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ എത്ര സ്ഥലത്തിലാണ്? ഇതിപ്പോ നമുക്ക് 15 സെന്റ് സ്ഥലമുണ്ട്, ഈ വീടുണ്ട്. വീട് നല്ല പഴക്കമുള്ള വീടാണല്ലോ അല്ലേ? അത്ര പഴക്കൊന്നുമില്ല, 8-10 വർഷം അത്രേ ഉള്ളൂ. 10 വർഷത്തെ പഴക്കല്ലേ? 10 വർഷം മുമ്പ് ഞാൻ 70 ലക്ഷം റുപ്യക്ക് വെച്ച വീടാണ്. 15 സെന്റും വീടും. എത്ര പറഞ്ഞേ? ഇപ്പൊ ഞാൻ 1.20 പറഞ്ഞത്. 1.20? 20 പറഞ്ഞത്. 1.20 ബൈപ്പാസിന്റെ സൈഡിൽ നല്ല വീടും സ്ഥലം കിട്ടാണ്ടെന്ന്. അതൊക്കെ കിട്ടണ്ടാവും, പക്ഷെ എന്റെ മുതലിലേക്ക് വരെ പറയാലോ. അല്ല, സ്ഥലത്തിന് നമുക്ക് വിലടാ, വീട് നിങ്ങൾ ആ വില നോക്കണം. വീട് സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആയി. അതല്ലേ ഇപ്പൊ ഈ വണ്ടി നോക്കി നിങ്ങള്, ബെൻസ് ഞാൻ മേടിക്കുമ്പോ 1 കോടിയാണ്, ഇപ്പൊ 40 ഉറുപ്പിക ഇട്ടൂലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ അല്ലല്ലോ വീട്. വീടിന് പഴക്കം വരില്ലേ? അല്ല, ഇവിടെ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ടേ. ആണോ? സർവേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ഒരു 85 ഉറുപ്പിക എടുത്ത് മറിച്ചാണ്. 85 രൂപ നടക്കില്ല, 1 രൂപയുടെ നമുക്ക് മുറിക്കാം. എന്താ അങ്ങോട്ട് പറയണേ? കച്ചവടത്തിനൊക്കെ ഒരു നേരും നേറിയില്ലേ? അല്ല, എന്താ പ്രശ്നം വെച്ചാലേ, എന്താ ഇതിപ്പോ വിൽക്കാൻ കാരണം താങ്കള്? അല്ല, വിൽക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അത് കാരണമാണ്. എന്തേ സൂക്കട് വല്ലതും ഉണ്ടോ? സൂക്കടൊന്നും അല്ല, ഞാനെന്താ വെച്ചാൽ ഒരു അത്യാവശ്യം ഈ കോൺട്രാക്ട് പരിപാടിയൊക്കെ എടുത്ത് നടന്ന ആളാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോയി. അപ്പൊ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അന്ന് തന്നെ ഒരുത്തം വന്നൊരു വെളിച്ചെണ്ണ വാങ്ങിച്ചോണ്ട് പോയി. എന്നിട്ട് ആ വെളിച്ചെണ്ണയില് മായാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കേസ് കൊടുത്തു. നിങ്ങളാ വാങ്ങി കളിച്ച്? ഞാനൊന്നല്ല, ഞാനെന്താ അത് കമ്പനി ഇറക്കണ സാധനല്ലേ. ശരി. സൂപ്പർ മാർക്കറ്റ് പൂട്ടിയില്ല, നടന്നു പോകണ്ടപ്പോഴും കേസുണ്ട്, കേസിലാണ്. ശരി. അപ്പൊ ഞാൻ ആ കേസ് നടത്തിക്കളയാൻ തീരുമാനിച്ചിട്ടാ. അതിന് കുറച്ച് പൈസ ചെലവാകും. അപ്പൊ ഞാൻ വീട് വിറ്റിട്ടാലും കുഴപ്പമില്ല, കാരണം നമ്മള് നിരപരാധിയാന്നുള്ള നാട്ടുകാർ മുമ്പിൽ തെളിയിക്കണം. അപ്പൊ അങ്ങനെയാണ് കഥ. അതെ. മൂപ്പർക്ക് കേസൊക്കെ നടത്താനുള്ള ഒരു 90 ഉറുപ്പിക. അങ്ങനെ പറയരുത് പ്ലീസ്. 90 ഉറുപ്പിക നമ്മൾ ഉറപ്പിച്ച്. ഒരു കാര്യം, 95 അഡ്വാൻസ് കൊടു. 95 വെക്കത് എന്തെന്നാ അഡ്വാൻസ് കൊടി. 90-ന് ഒരു പണിതോ ഇവിടെ നടക്കണ. അത് AC ഇല്ലേ റൂമില്? AC ഒക്കെ ഉണ്ട്. എന്തിനാ നമ്മൾ ഈ ചൂടത്തിക്കണ്? ഭയങ്കര ചൂട് പേര്. ഞാനിതാ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അല്ലെങ്കിൽ അതല്ല, 5 ഉറുപ്പിക കൂട്ടി തന്നെങ്കി ഇവിടെ പാർട്ടിക്ക് സാധനം കൊണ്ടു കൊടുക്കുമ്പോ സാധനം കാണണ്ടേ? എന്റെ മൊയ്തു തന്നെ എന്നാണ് തുടങ്ങണത്? മനസ്സ് നമ്മളിങ്ങനെ മനസ്സും ശരീരമൊക്കെ ഇങ്ങനെ ബിസിനസിന്റെ ഇതിൽ ചൂടായിരിക്കുമ്പോ ഇതൊക്കെ ഒന്ന് തണുപ്പിക്കണ്ടേ? നിങ്ങളൊക്കെ കഴിക്കണ കാണുമ്പോ തന്നെ എന്റെ മനസ്സിനറിയാണ് നമുക്ക് ലഹരി വരിക. അപ്പൊ കഴിക്കണയിൽ മാത്രം മാറി നിൽക്കും, പങ്കിടുമ്പോ മുന്തിയ പങ്ക് വേണം. കുഴപ്പമില്ല, നമ്മുടെ മൊയ്തുടാ. എന്താ മൊയ്തു? അവനും കൂടി കഴിക്കായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പൊ ബാറിൽ പോയിരുന്നില്ലേ? ഇവരെ പറഞ്ഞു വെച്ചിട്ട് വേണം നമുക്ക് ബാറിൽ പോവാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാരും എന്നും ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാല് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നമ്മളിപ്പോ ഇന്ന് ചെയ്ത 10 കോടിയുടെ അല്ല, നമ്മൾ 100 കോടിയുടെ ബിസിനസ് ചെയ്യും. പക്ഷെ ഒരുമിച്ച് നിക്കണം. നമ്മളറിയേണ്ട 2 ഡീല് മന്മത വേറെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ അറിയാമോ? അത് ഓൾറെഡി നേരത്തെ സംസാരിച്ചു വെച്ചതാണ്. അല്ല, അതും കൂടെ കഴിഞ്ഞു. പിന്നെ ഒരുവിധം വെള്ളമുണ്ടുള്ള എല്ലാ തെണ്ടികളും ഇപ്പൊ ബ്രോക്കറാണ്. ഇടാൻ നോക്കിയ പാൻറ്റെല്ലാം ഉണങ്ങിയായിരുന്നു. നീ അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത് ഓട്ടോ. ഇനി ഈ നാട്ടില് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിട്ട് വേറെ ഒരുത്തനും തല പൊക്കരുത്. നമ്മൾ 4 ആളുണ്ടാവുള്ളൂ. ആരെങ്കിലും വന്ന് നമ്മള് മുളയിലെ നുള്ളിക്കളയും. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നമ്മളാണ് രാജാക്കന്മാർ. അല്ല പിന്നെ മറ്റേ പഠിക്കണ നീ വേണ്ടേ? എന്ത് മീനാണ്? മത്തിയാണ്. മത്തിയാ? വേറൊന്നുമില്ലേ? വേറൊന്നുമില്ല, ബാക്കിയൊക്കെ കഴിഞ്ഞു പോയി. അതിലൊക്കെ ഉണ്ടേ. എന്തായാലും മത്തി 150 ആണ്. ഒരു 125 തരാം ഞാൻ. തീരാനായി സാധനം. പഠിക്കണ മത്തി അതാ നോക്കിങ്ങള്. ഇന്നലെ മേടിച്ചത് ബാക്കിയുണ്ടെന്നേ. ഇങ്ങോട്ട് വരി പെങ്ങളെ, മത്തി ഒന്ന് കണ്ടു നോക്കി. നോക്കിയ നല്ല മീനാണോ? അഡ്വാൻസ് ഒന്നും വേണ്ട, ധൈര്യമായിട്ട് എടുത്തോളി.
ഇതിപ്പോ ബാക്കി മീനെല്ലാം ചെലവായിട്ട് മത്തി അങ്ങനെ ബാക്കിയായി. രാവിലെ 6 മണിക്ക് തുടങ്ങി കച്ചവടല്ലേ, 11 കാലായാലോ ഇപ്പൊ. അതോ മത്തരം കൊണ്ടാണോ? അല്ലല്ല, മത്തി ഉസാറ് മത്തിയാട്ടോ, ഗ്യാരണ്ടി മത്തിയാ. ആ പാത്രം എടുത്തിട്ട് വാ. പാത്രം എടുത്ത് വരി, അതാണ് കച്ചവടം. ഇതൊക്കെ പാടെ പോയിട്ടാണ് ഇട്. അതാണ് 150 തരാം. വരി വേം വരി. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞേ, അതല്ലേ ബാക്കി പണിക്ക് പോവാ. വരി. നല്ല മീനാണോ? പെടയ്ക്കുന്ന മത്തിയാണ് പെങ്ങളെ. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ കണ്ടോ, ഇത് കുറച്ച് മുളകിടുക, കുറച്ച് പൊരിക്കുകയും ചെയ്യും, നല്ല പരിപ്പിന്റെ കൂട്ടാനുണ്ടാക്കുക. പിന്നെ എന്താ ഞങ്ങൾക്ക് കുറച്ച് മതിയെന്ന്, ഞങ്ങൾ രണ്ടുപേരുള്ളൂ. മതി, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ കൂട്ടാലോ, എന്നും കിട്ടൂല അങ്ങനെ. കഴിഞ്ഞ് ഇത്രേ ഉള്ളു സാധനം. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു. എത്രയാണ്? 100? 125 കൂടി തന്നേക്ക്. അല്ല ഞാനേ കയ്യ് ഇത്ര ഞാൻ എടുത്തിട്ടുള്ളേ. എന്തേ ഇല്ലല്ല, മീന്റെ വെള്ളമൊക്കെ ഇതാക്കിട്ട്. ഇതേ ഈ ബൈക്ക് കൊടുക്കാനുള്ള അത് എന്തേ മീൻ കച്ചവടത്തിന്റെ പുറമെ ഇതുണ്ടാ? അല്ല കണ്ടപ്പോഴേ അല്ല, ഇതേതാ മോഡൽ ഏതാ അത്? അല്ല ബൈക്കാണല്ലോ. നിങ്ങളുടെ പേരെന്താ? ഇതേ ഒരു മൊയ്തു എന്നാണ്. മൊയ്തു? ജിയോപ്പോട്ടോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്താ പരിപാടി? ഞാൻ മുമ്പ് റിയൽ എസ്റ്റേറ്റ് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് മുമ്പ്, നമ്മള് സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ജിയോപ്പോട്ടോ ഒരു കണ്ട പോലെ. അപ്പൊ എന്താ വഴവരൊക്കെ നിർത്തിയ? റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇന്ന് നടക്കൂലപ്പ. അതൊക്കെ ഭയങ്കര പൊളിവായി. പിന്നെ മീൻ കച്ചവടം ചെയ്യും, എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്ത് നമ്മൾ ജീവിക്കണ്ടേ. ഇപ്പൊ അതാ പരിപാടി. ഇപ്പൊ അത് ശരി. ആയിക്കോട്ടെ. അതെ ഗ്രീഷ്മ, ഓ റിയൽ എസ്റ്റേറ്റ് നടത്തിയിരുന്ന ആളാ മീൻ കച്ചവടം നടത്തുന്നത്. അത് ശരി. പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് എന്താണ്? അല്ല എന്തായി ചങ്ങായി? ആവശ്യത്തിന് ഇവിടെ മുരിങ്ങാട അല്ലുണ്ട്. ഏതാ? 3-4 ചാക്ക് കുരുമുളക് പടിഞ്ഞാറ്റിന്റെ അകത്ത് വെച്ച് പൂട്ടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടാ? കാര്യമുള്ള കാരണല്ലേ ഞാൻ പൂട്ടി വെച്ചേക്കണത്. അത് കരിഞ്ഞ് ചുളിഞ്ഞ് അങ്ങോട്ട് പോവല്ലോ. അത് പോയിക്കോട്ടെ, അനക്കാരനായിട്ട് നല്ല കയ്യോടെ ഇങ്ങോട്ട് തന്നാ കയ്യോടെ പൈസ ഞാൻ അങ്ങോട്ട് തരും. ആരാ പോട്ടാ മൂപ്പറെടുക്കും. ഉണ്ണേ, ഇവിടെയുള്ള ഒരുവിധപ്പെട്ട മോലൊക്കെ എന്നോട് ഇങ്ങനെ കിളി ശബ്ദത്തില് വന്നു കൊണ്ടേണ്ട്. ഞാൻ കിളിയുടെ കൊത്തല് ഇവിടെ നടക്കൂല. ഇത് ഞാൻ വേണ്ട വിധത്തില് കച്ചവടം ചെയ്യാൻ പഠിച്ചേക്കണ്. പഴയ കാലം ഒന്നല്ല അപ്പ. അതിനൊക്കെ വേറെ കുറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ തരികടയും തട്ടിപ്പൊന്നും എന്റെ അടുത്ത് നടക്കൂല. മനസ്സിലായില്ല എനിക്ക്? അത് മനസ്സിലാക്കിയാതി. എന്നാ തെക്ക് ഭാഗത്തില്ല മരച്ചീന് കളിച്ച് ഞാൻ കൊണ്ടായാലോ? പൈസ അങ്ങോട്ട് കയ്യോടെ തരും. അതന്നെ ഉണ്ടാവുക. ഈ ഒരു സാധനം ഇവിടുന്ന് എടുക്കൂല. എടുത്ത എന്റെ കയ്യാൻ വിട്ടു. അങ്ങട് മാറിക്കോളെ, കൈ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. അത് ശരി. മരച്ചീനയും കുരുമുളകും ഞാൻ ഒഴിവാക്കി തരാം. ഞാൻ അന്നെ അങ്ങോട്ട് ഒഴിവാക്കി തരാം. ഇവിടുന്ന് ഒരു മുതല എനിക്ക് കിട്ടൂല. അതെ ഉണ്ണിയെ, ഞാൻ ഇപ്പൊ ഈ പറമ്പ് മുഴുവൻ നടന്നിട്ട് ഇവിടുത്തെ പൂവിന്റെയും പൂമ്പാറ്റനെയും ഫോട്ടോ എടുക്കാൻ നടക്കല്ല. ഞാൻ ഇപ്പൊ അതാ ഈ തേക്കിന്റെയും ആ മരി അതിന്റെ വായന്റെയും ആ മരിക്ക ഇരുമ്പാമ്പുളിയുടെയും ആ മുരിങ്ങാലിയുടെ ഒക്കെ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഈ VLX ഓൺലൈനില് VLX പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ കെട്ട് കഴിഞ്ഞാ ഞാൻ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് കുടിയിരിക്ക അങ്ങോട്ട് കേറുമ്പോഴത്തേക്കും വരും കച്ചവടത്തിന് ആൾക്കാര്. അറിയാ എനിക്ക്? ഓൺലൈൻ
തട്ടിപ്പ് എന്നാലും അഞ്ഞൂറ്റി പേതാ അന്റെ അത്ര തട്ടിപ്പ് ഓൺലൈനിൽ അറിഞ്ഞൂടാ. പോയേക്കാം. ആ തേക്ക് ആ വിട്ട്, ആ വിട്ടോ. തെക്ക് ഭാഗത്തെ മരച്ചീനി വിട്ട്, സകല സസ്യജലാദികളും ഞാൻ വിട്ടു. അയ്യ വിടന്നെ അല്ലേ ഇവിടുന്ന്. കേക്ക് ഭാഗത്ത് ആലിയില് 3-4 കാലി ഉണ്ടല്ലോ, ആ അതിന്റെ ചാണം ഏ അത് ഉണ്ണി കൊണ്ടുപോയിക്കോളാം. നന്നായി ആ നന്നായി നന്നായി. എനിക്ക് സന്തോഷം ഉണ്ടാവും. പറഞ്ഞോ. ആ ഏടാ ചെങ്ങായി ചാണകം ഉണ്ടല്ലോ, അതിന്റെ അത്ര ഇപ്പൊ കച്ചവടം നടക്കണ ഒരു സാധനം ദുനിയാവിലില്ല. അറിയാ എനിക്ക്. ഞാൻ ആ ചാണകം ഉണക്കി പൊടിച്ച് പേക്ക് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കടത്തും. എന്താ ഡിമാൻഡ്. ഇപ്പൊ പശുവിന് തൂറാൻ നേരമില്ല, അപ്പഴത്തേക്ക് കൊടുക്കാൻ ആളാ. മനസ്സിലായി എനിക്ക്. ഒരു പരിപാടി നടക്കൂല. ഇനിയിപ്പൊ എന്റെ ചാണകം ഉണ്ട്, എനിക്ക് പറ്റിച്ച് കൊണ്ടേക്കോ. ഇവിടെ ഒരു പരിപാടി നടക്കൂല ഉണ്ണേ. അനക്ക് എന്റെ ഒരു മുതലും കിട്ടൂല. അതെ കേക്കണ എനിക്ക്. ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ചട്ടി ഉണ്ടല്ലോ, അതുണ്ട്. അത് പടുത്ത് പോകും. അത് ഞാൻ കഴുകി ഉണക്കി നന്നായിട്ട് ഇസ്തിരി ഇട്ടിട്ട് ഈ ഓൺലൈൻ VLX ഇട്ട് കഴിഞ്ഞാ അതിന് വരപ്പെടാ ആളാ. എന്താ മനസ്സിലാക്കി. കാലൊക്കെ മാറിയടോ. ഇപ്പൊ അതില മുഴുവൻ കളി. അന്റെ ഈ ബാഗ് ഉയ്യുണ്ടല്ലോ ചെതല് പിടിച്ചു പോവും. കൊറേ തട്ടിച്ചില്ലേ ഇനി കിട്ടൂല. നമുക്കൂട്ട് പക്ഷെ ഓട്ടായി പോയി. എന്നാ ഉണ്ണിച്ച് പൊക്കോ. നമുക്ക് രണ്ടൊക്കെ ചായ കുടിച്ചിട്ട് പോവാം. എവിടുന്ന്? വീട്ടിൽ നിന്ന്. അതൊക്കെ ഇപ്പൊ ഓൺലൈൻ വഴി വരുത്താ ഞാൻ ഇവിടെ. ഇത് വിചാരിച്ച നേരത്തൊന്നും കിട്ടൂല. ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ ആളില്ല. VLX എല്ലാ സാധനം കിട്ടും. ഇപ്പൊ പഴയ ചായ വേണമെങ്കിൽ VLX കിട്ടും. മനസ്സിലാവണ്ട എനിക്ക്. ഈ പോവാ നോക്കിയോ ഈ. നടന്നു തോന്നുന്നുണ്ട് കേട്ടോ. എന്തായി സൂതേട്ടാ എന്ത് മിണ്ടാത്തെ? പോയ കാര്യം എന്തായിന്ന്? ആ സ്ഥലം നോക്കാൻ വരാ പറഞ്ഞവര് വന്നില്ലടി. എടുക്കണില്ല. അവര് വന്ന് നോക്കിട്ട് ഇഷ്ടപ്പെട്ടാലല്ലേ നടക്കുക. അല്ല നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോണേ? ആരേലും വരട്ടല്ല. അവിടെ നിന്നോണം. അവിടെ ഉള്ളത് മുഴുവൻ കളഞ്ഞു വിളിച്ചിട്ട് വന്നേക്കാ. പണ്ടു അല്ലെങ്കിൽ എന്തിലെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോ വിവരം ആരുടെ ഒന്ന് ചോദിച്ചു അച്ഛനെ. ആരടാ വിവരമുള്ള? ഞാൻ അല്ലാണ്ട് ആരാ? എടാ നീയൊക്കെ ജനിക്കണതിന് മുമ്പേ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങിയോനാ ഞാൻ. ഒരു സ്ഥലവും വീടും മേടിക്കും, എന്നിട്ട് അത് ഇരട്ടി വിലക്ക് വിൽക്കും, എന്നിട്ട് വേറൊന്ന് മേടിക്കും. അങ്ങനെയാ ഞാൻ അങ്ങനെ ആയത്. എങ്ങനായത്? ഇവിടെയുള്ള സ്ഥലവും എന്റെ സ്വർണവും വീടും ഒക്കെ പണയം വെച്ചിട്ട് നിങ്ങൾ എങ്ങനായതാ പറയണേ? എടി അതൊക്കെ പണയം വെച്ച് ഞാൻ മേടിച്ച സ്ഥലം ആ തിയേറ്ററുകാർ എടുക്കുന്ന കരുതിയിട്ടല്ലേ. എടുക്കുന്ന കരുതിയിട്ട് ഇപ്പൊ ആരെങ്കിലും എടുത്താത്? എന്താ എടുക്കാത്തെ? അതൊക്കെ പറയടി ആൾക്കാർ കേൾക്കും. ആൾക്കാരെ കറിയിട്ട് ഞാൻ എന്റെ മോന് വഴിയാതാരായില്ലേ? ഞങ്ങൾ ഇനി എങ്ങോട്ട് പോണം? കോയ വരണ്ട്. ഞാൻ അങ്ങോട്ട് കേറുന്നില്ല, നീ അകത്തേക്ക് വെക്കോ. ഞാൻ ഇവിടെ നോളാം. നീ പോ. വേണ്ട, എല്ലാരും അറിയിട്ട് വരട്ടെ. മാനം കളയലടി. എന്ത് മാനം ഇനി? എന്താ നിങ്ങള് നേരം കുറയാലോ ഇറക്കം തുടങ്ങിട്ട്. അതൊന്നല്ല കോയ, ഇവൾക്ക് ഇതൊന്നും വലിയ പരിചയമില്ലല്ലോ. 1-2 പ്രാവശ്യം ബാങ്കിൽ നിന്നേ നോട്ടീസ് വന്നപ്പോ പേടിച്ചിട്ട് ഇവിടെ എല്ലാം പണയം വെച്ച് തോന്നിയാസം കാണിക്കുകയാണെങ്കിൽ അല്ലതിപ്പോ എന്തപ്പ ഉണ്ടായി. ഇപ്പൊ കാലം കുറയായിട്ട് ചെയ്യണ കച്ചവടല്ല ഇപ്പൊ ഇതൊക്കെ. കോയ എന്റെ കണക്കൂട്ടിലൊന്ന് പാളി. നമ്മുടെ ഷൺമുഖ തിയേറ്റർ ഉണ്ടായിരുന്നില്ലേ, അത് അവര് മൾട്ടിപ്ലക്സ് തിയേറ്റർ ആക്കുകയാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ഥലം കിടക്കണ്ട, അതും കൂടി അവര് കിട്ടിയ വിലക്ക് വാങ്ങുന്നു ഞാൻ അറിഞ്ഞു. ശരി. അപ്പൊ ഞാൻ എന്ത് കാട്ടി, ഇതിന്റെ ആധാരമൊക്കെ ബാങ്കിൽ പണയം വെച്ച് കാശ് എടുത്തിട്ട് ഞാനത് മേടിച്ച് അതിബുദ്ധി. പിന്നെ ഒന്ന് മറച്ചാണ്ട് വിറ്റാ കുറച്ച് പൈസ കുടുംബത്തിന് കിട്ടുമല്ലോ. വിചാരിച്ചമാരി ഒക്കെ നടക്കുക വെച്ചാൽ അത് ലാഭം തന്നെ. അപ്പൊ അത് കഷ്ടകാലത്തിന് ലാഭമില്ല പറഞ്ഞ് തിയേറ്റർ പൂട്ടി കല്യാണ മണ്ഡപമാക്കി. അപ്പൊ ഈ സ്ഥലം അവർക്ക് വേണ്ടാന്നും പറഞ്ഞു. ഇപ്പൊ ഈ സ്ഥലം ഇപ്പൊ ആരുടെ പേരില? എന്റെ പേരില അതോ ഓളുടെ ആരുടെ പേരില? അത് അവളുടെ പേരിൽ തന്നെ വാങ്ങിയേക്കണം. അല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതല്ല. ഞാൻ അതിന്ന് 10 പൈസ എടുക്കണില്ല. ഞാൻ ഇത് പണയം വെച്ചിട്ട് ആ സ്ഥലം മേടിച്ചത് ഇവളുടെ പേരില്ല. അതൊന്നുമില്ല. ഇപ്പൊ ആധാരം ഇരിക്കണം. ഇപ്പൊ ആരുടെ പേരിലാണെങ്കിലും ഇപ്പൊ ബാങ്കിലല്ല, അതിന്റെ പലിശ ഒക്കെ കൊടുക്കണ്ടേ? പലിശ ഇപ്പൊ ഭാഗ്യം ഒരു നല്ല വിലക്ക് വിൽക്കാലോ. അതെ വിൽക്കാ. ഇപ്പൊ ഞാനേ
ഒരു കാര്യം ചെയ്യിച്ചോ, ഒന്നുകൂടെ വന്നേ, ഒന്നുകൂടെ ആയോ കുട്ടേ. ആക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ വഴി കാണില്ല. അത് ബഹളം ഉണ്ടാക്കിയിട്ട് അല്ല, നാട്ടുകാരൊക്കെ അറിയല്ലേ. അതാണ്. അതേ എന്നെ കൃത്യമായിട്ട് അറിയണോണ്ട് ഞാൻ ചോദിക്കാണ്. ഈ സത്യം പറയണോ? കിട്ടിയ വിലക്ക് അതിൽ കുഴക്കുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാം. എന്നിട്ട് കുഴക്കല്ലടോ, എനിക്ക് വേണ്ടിട്ടല്ല ഇപ്പൊ ഈ പറഞ്ഞേ. പിന്നെ ഞാൻ എന്നോട് ചോദിക്കാണ്, ഇജ്ജ് പല ജാതി കച്ചവടം ചെയ്യുമ്പോഴൊക്കെ ആൾക്കാരനെ ഈ മുടക്കിയിട്ടൊക്കെ ഉണ്ടല്ലോ. അല്ല ഞാൻ പറയാണ്, അപ്പൊ അതേമാതിരിക്ക് അന്റെ ഈ കച്ചവടം ആരെങ്കിലും എന്നെ മുടക്കാൻ വന്നിട്ടുണ്ടോ ഇല്ലേന്ന് ഈ ഒന്ന് അന്വേഷിച്ചോ? ആരൊക്കെ മുടക്കുന്നുണ്ട്, ഉറപ്പാ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, അപ്പൊ ഈ ഇപ്പൊ തൽക്കാലം ഈ എന്റെ ഒറ്റക്കുള്ള കച്ചവടമൊക്കെ മതിയാക്കിട്ട് ഈ ബ്രോക്കർമാരനെ വെറുപ്പിക്കണ്ട. അറിയാലോ എനിക്ക്. അവരൊക്കെ കൂട്ടുപിടിച്ചിട്ട് എല്ലാവരോടും കൂടി ഒക്കെ ഒന്ന് സംസാരിച്ച് ഒരുമിച്ചൊരു കച്ചവടം നടക്കും നോക്കുന്ന, പിന്നെ ആ ബാങ്കിൽ നിന്ന് ആധാരങ്ങൾ എടുക്കാലോ. അല്ല, എനിക്ക് ഇപ്പൊ അത് മാത്രം മതി. അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ വേറെ കാര്യം പറഞ്ഞാരാ, ഇനിയിപ്പൊ എനിക്ക് കച്ചവടം ഇനിയിപ്പൊ അങ്ങനെ നടന്നില്ല എന്ന് വിചാരിക്ക്. ഒരു വഴിയുണ്ട്. എന്താ? ഈ ഓൺലൈൻ വഴി ഈ VLX എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അതിൽ എന്റെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വീടിന്റെ ഈ സംഭവ സ്ഥലത്തിന്റെ ഒക്കെ ഒന്ന് അങ്ങോട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാല് പറഞ്ഞ നേരം കൊണ്ട് ആളാ വരും. ഒന്ന് പോയിക്കാ കോയ അവിടുന്ന്. കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഇവരിങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് നേരിട്ട് ചെന്ന് കച്ചവടം ചെയ്തിട്ട് ഫോൺ വഴി കച്ചവടം നടക്കണമെന്നല്ലേ ഉള്ളൂ. അല്ല അതല്ലാതെ എന്ത് ഈ ഒരു സാധനം ഇറങ്ങിയതിന്റെ ശേഷം എന്നെ പോലുള്ളവർ എത്ര റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരും കഞ്ഞൂടി മുട്ടി നടക്കേണ്ടതല്ലേ? നിങ്ങളുടെ കഞ്ഞൂടി മുട്ടനല്ല പറഞ്ഞപ്പോ കച്ചവടം നടക്കണെങ്കിൽ ഇപ്പൊ അതൊക്കെയാണ് വയ്യ. അതാ ഞാൻ ഈ പറയണ. അതൊക്കെ വെറുതെ പറയാം. അത് വേറെ വഴിക്ക് അതിന്റെ ലാഭം അതിന്റെ നഷ്ടം അതിന് വേറെ ഉണ്ടാവും. അതൊക്കെ കണക്കന്നെ. എന്നാ പിന്നെ എന്റെ വഴി എന്താ വെച്ചാ നോക്ക്. എന്തായാലും ഈ വക്കാണൊക്കെ നിർത്തിയിട്ട് വീട്ടിലേക്ക് കയറ് കുട്ടിയെ. ഇതൊക്കെ ആൾക്കാർ കേൾപ്പിക്കണ്ട. എന്തേലും മാർഗം ഉണ്ടാവും, പഠിച്ച എന്തേലും വഴി കണ്ടുണ്ടാവും. ഞാൻ ചായ ഇല്ല, ഞാൻ ഈ ബേളം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നാണ്. അതൊക്കെ വീട്ടിലെ സ്ഥിരം നടക്കണ കുഴപ്പമില്ല. ഞാനിങ്ങനെ കൊറേ ഇങ്ങനെ വിചാരിക്കണം. അപ്പൊ എന്താ ശരി എന്നാ ശരി. അകത്തേക്ക് കയറ്റരുത്.